എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രോഷിനി പ്രമോദ്, സമഗ്ര ഹോമിയോപ്പതി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ആണ്. ഇന്ന് സംസാരിക്കുന്നത് സോറിയാസിസിനെ കുറിച്ചാണ്. സോറിയാസിസ് ഒരു വളരെ സാധാരണമായ ത്വക്ക് രോഗമായിട്ടാണ് എല്ലാവരും അറിയുന്നത്. എന്നാൽ സോറിയാസിസ് വെറുതെ ഒരു സാധാരണ ത്വക്ക് രോഗമല്ല. അത് ദീർഘകാലമായി നിലനിൽക്കുന്ന ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തെ അഫക്ട് ചെയ്യുന്ന, അതായത് നമ്മളുടെ പ്രതിരോധ സംവിധാനത്തെ തന്നെ സംവിധാനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഒരു രോഗമാണ്. അപ്പോൾ അതിന്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് നമ്മളുടെ ഈ ത്വക്കിൽ കാണുന്നതുകൊണ്ടാണ് എല്ലാവരും അതിനെ ഒരു ത്വക്ക് രോഗമായിട്ട് സാധാരണയായിട്ട് അറിയപ്പെടുന്നത്. അപ്പം അതിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് നമ്മൾ സാധാരണ കൂടുതലായിട്ട് കാണുന്നത് നോക്കാം. അപ്പൊ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ത്വക്കില് വളരെ ചുവന്ന് തടിച്ച പാടുകൾ, അതേപോലെ തന്നെ സിൽവറി സ്കെയിൽസ്, അതായത് വെളുത്ത ചെതമ്പല് പോലെയുള്ള സ്കെയിൽസ് കാണാൻ പറ്റും. ഇതാണ് പ്രധാന ലക്ഷണമായിട്ട് കാണാം. പിന്നെ കുറച്ച് ആൾക്കാർക്ക് റെയറായിട്ട് ചൊറിച്ചിലുണ്ടാവും, ബേണിങ് ഉണ്ടാവും. കൂടുതൽ ആൾക്കാർക്കൊന്നും ആ ലക്ഷണം ചൊറിച്ചില് വലിയ ബുദ്ധിമുട്ടായിട്ട് ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ അവരത് ഡോക്ടറിനെ കണ്ട് ഏറ്റവും ആദ്യം തന്നെ ചികിത്സിക്കാൻ തയ്യാറാവില്ല. കാരണം വലിയ ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ട് അവരത് വെച്ചുകൊണ്ടിരിക്കും. പിന്നെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ നഖങ്ങളിൽ കുഴികൾ കാണാൻ പറ്റും. അതേപോലെ നഖത്തിന്റെ നിറവ്യത്യാസം ഉണ്ടാവാം, നഖം ചിലപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോവുക, അങ്ങനത്തെ ലക്ഷണങ്ങളും എല്ലാം കാണാൻ പറ്റും. ഇതെല്ലാമാണ് സാധാരണയായിട്ട് കാണുന്ന ലക്ഷണം. പിന്നെ സ്കിൻ ഭയങ്കരമായിട്ട് വരണ്ട് പൊട്ടാറുണ്ട്. കുറച്ചും കൂടി സീരിയസ് കണ്ടീഷൻ ഒക്കെ ആയി കഴിയുമ്പോൾ, കുറച്ച് കോംപ്ലിക്കേഷൻ ഒക്കെ ആയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ വെച്ചുകൊണ്ടിരുന്ന് കുറച്ച് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്കിൻ കൂടുതൽ വരണ്ട് അവിടെ പൊട്ടി ചോരയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങളായിട്ട് സ്കിന്നിൽ കാണാം. എന്നാൽ കോംപ്ലിക്കേറ്റഡ് ആയി കഴിയുമ്പോൾ, അതായത് നമ്മൾ കൂടുതൽ സോറിയാസിസിനെ ശ്രദ്ധിക്കണം എന്ന് പറയാൻ കാരണം നേരത്തെ പറഞ്ഞു, ഇത് ഇമ്മ്യൂൺ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതായത് ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ്. നമ്മളുടെ സെൽസ് തന്നെ നമ്മളുടെ സെൽസിനെ അഗെയിൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുന്നത്. അപ്പം ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തെ അഫക്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ, ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ നിന്നുള്ള മെസ്സേജ് പോവുക ഇൻക്രീസ്ഡ് ആയിട്ട് ഈ സെൽ പ്രൊഡക്ഷൻ നടക്കണം എന്നുള്ളതാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ഏറ്റവും ആദ്യം നമ്മളുടെ സ്കിന്നിനെ കുറിച്ചുള്ള ഒരു ജനറൽ എങ്ങനെയാണ് അത് ഫോം ചെയ്യുന്നതെന്ന് പറയാം. അതായത് നമ്മളുടെ സ്കിൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു 30 days എടുത്തിട്ടാണ് പുതിയ സ്കിന്നിന്റെ കോശങ്ങൾ ഫോം ചെയ്ത് അത് ഏറ്റവും ലാസ്റ്റ് നമ്മളുടെ ഏറ്റവും മുകളിലെത്തി അത് കൊഴിഞ്ഞു പോകുന്നത്. അതിന് ഏകദേശം 30 days ആണ് എടുക്കാം. പക്ഷെ സോറിയാസിസിൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ, ഈ പ്രക്രിയ നടക്കാനായിട്ട് 30 ദിവസത്തിന് പകരം 3-4-5 ദിവസം കൊണ്ട് തന്നെ ഈ പ്രോസസ്സ് നടക്കും. അപ്പൊ ഫോം ചെയ്യുന്ന സെൽസ് ശരിക്കും 28 ദിവസം കൊണ്ട് ഫോം ചെയ്യേണ്ടതായതുകൊണ്ട്, അങ്ങനെ ഫോം ചെയ്യാത്തതുകൊണ്ട് അതൊരു ഇമ്മെച്യൂർ സെൽസ് ആയിരിക്കും. അതുകൊണ്ടാണ് സോറിയാസിസിന്റെ സ്കിൻ വരുമ്പോൾ അത് കട്ടി കൂടുതലുള്ളതും. അതേപോലെ ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ 3 ദിവസം കൊണ്ട്, 28 ദിവസം കൊണ്ട് ഉണ്ടാകേണ്ടത് 3 ദിവസം കൊണ്ട് ഉണ്ടാകുമ്പോൾ ഒരുപാട് സെൽസ്, സ്കിൻ സെൽസ് ഇങ്ങനെ ഫോം ചെയ്ത് അത് മുകളിൽ എത്തുമ്പോൾ ഒരുപാട് സ്കെയിൽസ് ഉണ്ടാവാം. അതിനൊക്കെയുള്ള റീസൺ അതാണ്. അതേപോലെ പ്രീവിയസ്ലി ഓൾറെഡി ഫോം ചെയ്ത സ്കിൻ സെൽസ് ഒഴിഞ്ഞു പോവുകയില്ല. അപ്പം അതെല്ലാം നിന്നിട്ടാണ് ഇത് കട്ടിയുള്ള ചുവന്ന തടിച്ച സ്കിന്നായിട്ടും അതേപോലെ തന്നെ സിൽവറി സ്കെയിൽസ് ആയിട്ടും കാണപ്പെടുന്നത്. അപ്പൊ ഇതാണ് മെയിൻ ലക്ഷണം. ഇത് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റുന്ന പറഞ്ഞാൽ ഏറ്റവും ആദ്യം സ്കിന്നിൽ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഒരു പ്രോബ്ലം ആയതുകൊണ്ട് തന്നെ അത് ജോയിന്റ്സിനെ അഫക്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ജോയിന്റ്സിനെ അഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാവും. അത് കാരണം അവർക്ക് കയ്യിന് സ്റ്റിഫ്നെസ്, വേദന ഇതെല്ലാം കാണാം. അത് കൂടുതലും പകൽ സമയത്തായിരിക്കും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവും. ഇൻഫ്ലമേറ്ററി ആയതുകൊണ്ട് മോർണിംഗ് ടൈമിൽ അവർക്ക് ഈ സ്റ്റിഫ്നെസ്സും ഈ പെയിനും എല്ലാം കൂടുതലായിരിക്കും. ഇത് കൂടി കഴിഞ്ഞാൽ ബോണിന്റെ ഡിഫോമിറ്റിക്ക് വരെ ഇത് കാരണമാവും. അതാണ് അതിനെ മെയിൻലി പറയാൻ നമ്മൾ സോറിയാറ്റിക് ആർത്രൈറ്റിസ് ആണ്. അതൊരു കോംപ്ലിക്കേഷൻ ആണ് സോറിയാസിസിന്റെ. അതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകം വീണ്ടും ശ്രദ്ധിക്കേണ്ടി വരും. എക്സ്ട്രാ കെയർ കൊടുക്കേണ്ടി വരും സോറിയാസിസിന്. അല്ലെങ്കിൽ അത് നമ്മളുടെ നിത്യേനയുള്ള ഒരു മൂവ്മെന്റിനെ തന്നെ അഫക്ട് ചെയ്യാം. അങ്ങനെ അഫക്ട് ചെയ്യുന്ന മെയിൻ ജോയിന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫിംഗർ ജോയിന്റ്സോ അല്ലെങ്കിൽ നെക്ക് പെയിൻ ആയിട്ടോ ബാക്കി കൈമുട്ട് അങ്ങനെയൊക്കെ അഫക്ട് ചെയ്യാം. അപ്പം അതാണ് മെയിൻ. എന്നാൽ സോറിയാസിസ് സ്കിന്നിൽ വരുമ്പോൾ കൂടുതൽ അഫക്ട് ചെയ്യുന്നത് സ്കാൽപ്പിലായിരിക്കും. സ്കാൽപ്പിൽ ഫ്ലേക്സ് ആയിട്ട് ഡാൻഡ്രഫ് പോലെ തന്നെ ആ പൊടി ഈ സോറിയാസിസിലും ഉണ്ടാവും. അതേപോലെ ചെറിയ സ്പോട്സ് ആയിട്ടൊക്കെ കാണാൻ പറ്റും. അതേപോലെ കൈമുട്ട്, കാൽമുട്ട് ഇതിനൊക്കെ അഫക്ട് ചെയ്യാം, ബാക്കിലൊക്കെ വരാം. ഇതൊക്കെയാണ് കോമൺ സൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സോറിയാസിസ് എന്ന രോഗത്തിന്റെ കൂടെ അസോസിയേറ്റഡ് ആയിട്ട്, അതായത് ഇതിന്റെ കൂട്ടത്തിൽ ചില രോഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതായത് ഈ സോറിയാസിസ് ഉള്ള ആൾക്കാർക്ക് ചില രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും.
ഉദാഹരണം പറയുകയാണെങ്കിൽ ഡയബറ്റീസ് പോലെയുള്ള അസുഖങ്ങൾക്ക് അവർക്ക് കൂടുതൽ ഈ സോറിയാസിസ് ഉള്ള ആൾക്കാർക്ക് വരാൻ സാധ്യതയുണ്ടാവും. അതേപോലെ പ്രഷർ, അതുപോലെ പിന്നീട് ഒബീസിറ്റി ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ഇതൊക്കെയാണ് കോമൺലി അതിന്റെ കൂടെ അസോസിയേറ്റഡ് ആയിട്ടുള്ള ചില ഡിസീസ് കണ്ടീഷൻസ് എന്ന് പറയുന്നത്. സോറിയാസിസ് ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ സോറിയാസിസിന്റെ ഈ രോഗത്തെ കൂട്ടാനുള്ള പ്രധാന കാരണങ്ങളായിട്ട് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതായത് ഭയങ്കര മാനസിക സമ്മർദ്ദമുള്ള ആൾക്കാരിൽ സോറിയാസിസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അവർക്ക് ഇതിന്റെ അതായത് സോറിയാസിസ് യൂഷ്വലി നമ്മൾ പറയുന്നത് ചില സമയങ്ങളിൽ ഭയങ്കരമായിട്ട് ഫ്ലെയർ അപ്പ് ചെയ്യും, ചില സമയത്ത് കുറഞ്ഞിരിക്കുന്നതുമാണ് ഈ സോറിയാസിസിന്റെ നേച്ചർ എന്ന് പറയുന്നത്. അപ്പം ഈ സോറിയാസിസ് രോഗികൾക്ക് മാനസിക സമ്മർദ്ദമൊക്കെ വരുമ്പോൾ ഇത് പെട്ടെന്ന് കൂടാനുള്ള ചാൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ അവർക്ക് പുകവലിശീലം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അണുബാധ ഉണ്ടെങ്കിൽ, അമിതമായ മദ്യപാനശീലം ഉണ്ടെങ്കിൽ അതെല്ലാം ഇതിനെ ഫ്ലെയർ അപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ രോഗത്തെ കൂട്ടുന്ന ലക്ഷണങ്ങളാണ്. ഇനി സോറിയാസിസ് എങ്ങനെയാണ് നമ്മളുടെ ചികിത്സ എന്ന് നമുക്ക് നോക്കാം. അതായത് സാധാരണഗതിയിലുള്ള ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ ഇത് ദീർഘകാല രോഗമാണെന്നും ഇതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതാണ് സാധാരണ രീതിയിലുള്ള ഒരു തോട്ട് പ്രോസസ്. എന്നാൽ ഹോമിയോപ്പതിയിൽ ഇതിനെ പൂർണ്ണമായും ഭേദമാക്കാനുള്ള വളരെ നല്ല ഔഷധങ്ങളുണ്ട്. അപ്പം ഹോമിയോപ്പതി ചികിത്സാ രീതി എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ഈ ഇപ്പൊ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം തന്നെ കണക്കിലെടുക്കും. എന്തെല്ലാമാണ് സോറിയാസിസിന്റെ ലക്ഷണങ്ങൾ, അതുപോലെ തന്നെ ഓരോ രോഗികളും അത് ഡിഫറെന്റ് ആയിരിക്കും. എന്തൊക്കെയാണ് ഇവരെ എഫക്ട് ചെയ്യുന്നത്, ജോയിന്റ്സിനെ എഫക്ട് ചെയ്തിട്ടുണ്ടോ, അങ്ങനെയുള്ള അവരുടെ ലക്ഷണങ്ങളെല്ലാം നോക്കും. പിന്നീട് ഇത് സോറിയാസിസ് തന്നെയാണോ അതോ വേറെ എന്തെങ്കിലും അസുഖങ്ങളാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് ക്ലിനിക്കിൽ തന്നെ വളരെ ഈസി ആയിട്ട് തിരിച്ചറിയാൻ പറ്റും. അവരുടെ സ്കിന്നിന്റെ നേച്ചറും ജോയിന്റ്സിനെ എഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെയാണ് എഫക്ട് ചെയ്തത് അതിന്റെ ലക്ഷണങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് സോറിയാസിസ് തന്നെയാണോ. ഇനി വളരെ ചെറിയൊരു ശതമാനം ആൾക്കാരിലാണെങ്കിൽ നമുക്ക് ബയോപ്സി ചെയ്ത് മൈക്രോസ്കോപ്പിന്റെ അടിയിൽ അവരുടെ ആ സ്കിന്നിന്റെ ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയഗ്നോസ് ചെയ്യുന്നത് വളരെ ഈസിയാണ് ഇത് സോറിയാസിസ് ആണെന്ന് അറിയാം. എക്സീമ പോലെയുള്ള കണ്ടീഷനൊക്കെ ആയിട്ടാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടി വരിക. എക്സീമ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണെങ്കിൽ സോറിയാസിന് വളരെ കട്ടിയുള്ള സ്കിന്നുമായിരിക്കും. അതേപോലെ നേരത്തെ പറഞ്ഞ ഈ സിൽവറി സ്കെയിൽസ് ഒക്കെ കാണാൻ പറ്റും. അതുവഴി നമുക്കിത് തിരിച്ചറിയാൻ പറ്റും. അപ്പം ഇങ്ങനെയെല്ലാം തിരിച്ചറിയുന്നതിന് ശേഷം ഈ ലക്ഷണങ്ങളെല്ലാം കണക്കിലെടുത്തതിന് ശേഷം മറ്റേത് രോഗങ്ങളെ പോലെയും ഹോമിയോപ്പതിയിൽ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വ്യക്തിഗതമായ പ്രത്യേകതകൾക്ക് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. അത് കേസ് ടേക്കിംഗ് വഴി ചോദിച്ച് മനസ്സിലാക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവർക്ക് ഇതിനു മുമ്പ് എന്തെല്ലാം രോഗങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതെല്ലാം നമ്മൾ ചോദിച്ച് മനസ്സിലാക്കും. അതേപോലെ തന്നെ അവരുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് സോറിയാസിസ് ഒരു ജനറ്റിക് ഡിസീസ് കൂടിയാണ്. അപ്പം ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് കുട്ടികൾക്ക് അല്ലെങ്കിൽ ആ ഫാമിലിയിൽ വീണ്ടും വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും സോറിയാസിസ് ഉണ്ടോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും രോഗങ്ങൾ എന്തെല്ലാം ആ ഫാമിലിയിൽ ഉണ്ട് എന്നുള്ളതെല്ലാം ചോദിച്ച് മനസ്സിലാക്കും. ഇത് കൂടാണ്ട് അവരുടെ തന്നെ പ്രത്യേകതകൾ, ഓരോ വ്യക്തിയും ഡിഫറെന്റ് ആണ്. അപ്പൊ അവർക്ക് ഇൻഡിവിജ്വലി എന്തെല്ലാം പ്രത്യേകതകളുണ്ട്, അവർക്ക് എന്തിനോടൊക്കെയാണ് താല്പര്യങ്ങൾ, അവരുടെ ഹോബീസ് എന്താണ്, അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ഭക്ഷണ രീതി, അവരുടെ ഡെയിലി ആക്ടിവിറ്റീസ് എന്താ, ഇതെല്ലാം മനസ്സിലാക്കും. ഇതെല്ലാം കൂടാതെ അവരുടെ ഓരോ വ്യക്തികൾക്കും ഉണ്ടാകുന്ന സിറ്റുവേഷൻ, നമ്മളെല്ലാവരും ഒരേ സിറ്റുവേഷനിൽ ഒരു കാര്യം ഫേസ് ചെയ്യുമ്പോഴും അവരുടെ റിയാക്ഷൻ ഡിഫറെന്റ് ആയിരിക്കും ഓരോ സംഭവത്തിലും. അപ്പം ഒരു കാര്യം ഒരാൾക്ക് എഫക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല മറ്റൊരാൾക്ക് എഫക്ട് ചെയ്യാം. ചിലർക്ക് അത് സങ്കടമായിട്ടായിരിക്കും എന്തെങ്കിലും ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്യുമ്പോൾ വരാം, ചിലർക്ക് അത് ദേഷ്യമായിട്ടായിരിക്കും. അപ്പൊ അങ്ങനെ അവർക്ക് ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ അവർ അതിനെ എങ്ങനെയാണ് അതിനെ ഫേസ് ചെയ്യുന്നത്, അതിനോട് അവരെങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണക്കിലെടുത്ത് അവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഔഷധം അനാലിസിസ് വഴി കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇതില് ഏറ്റവും കൂടുതൽ ഒരു കാര്യം ശ്രദ്ധിക്കാനായിട്ട് പറയാനുള്ളത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും ഒരു ഡോക്ടർ മാത്രം വിചാരിച്ചാൽ സോറിയാസിസും ബാക്കി ഓട്ടോഇമ്യൂൺ പോലുള്ള കണ്ടീഷൻ മാറില്ല. അതിനുവേണ്ടി ഒരു ഡോക്ടറിന്റെ ആ വർക്കിനൊപ്പം തന്നെ, അതായത് അനാലിസിസ് ചെയ്യുകയും ഇതെല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ രോഗികൾ പൂർണ്ണമായും സഹകരിക്കാനും തയ്യാറാവണം. എങ്കിൽ മാത്രമേ നമുക്ക് അവരുടെ അടുത്ത് നിന്നുള്ള ഈ ലക്ഷണങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി കറക്റ്റായിട്ട് ഒരു ഔഷധം തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പൊ അവരുടെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, അവരുടെ സിറ്റുവേഷൻ, ഈ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണെന്ന് പറയാനും കൂടി തയ്യാറാണ്. അതായത് മിക്കവാറും രോഗികൾ വരുമ്പോൾ പറയുന്നുണ്ടാവും സോറിയാസിസ് ആണ്, ഈ ചൊറിച്ചിലാണ്, ഇതിന് മരുന്ന് തന്നാൽ മതി, ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ ചോദിക്കാം എന്നുള്ള ഒരു
ആറ്റിറ്റ്യൂഡ് പലപ്പോഴും പല രോഗികളും പറയാറുണ്ട്. ഇത് നമ്മൾ വെറുതെ വിശേഷം ചോദിക്കാൻ വേണ്ടി ഈ വിവരങ്ങൾ ചോദിക്കുന്നതല്ല. ഈ വിവരങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ഔഷധം കണ്ടെത്തുന്നത്. അപ്പൊ അതിനുവേണ്ടി രോഗികളും അവരുടെ പൂർണ്ണ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു കറക്റ്റ് മെഡിസിൻ കണ്ടെത്തി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതുവഴി ഈ രീതിയിൽ അനാലിസിസ് എല്ലാം നടത്തി നമ്മൾ കറക്റ്റായിട്ട് ഈ മെഡിസിൻ കണ്ടെത്തി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഈ രോഗം എല്ലാം പൂർണ്ണമായും മാറാനും അതിന്റെ റെക്കറൻസ് ഒക്കെ വരാതിരിക്കാനും ഒക്കെ നമുക്ക് അതിന് പറ്റിയ ഏറ്റവും നല്ല മെഡിസിൻ കൊടുക്കാൻ കഴിയും. ഇതാണ് ഹോമിയോപ്പതി ചികിത്സയുടെ രീതി. അതുവഴി വളരെ നല്ല റിസൾട്ട് സോറിയാസിസ് പോലെയുള്ള കണ്ടീഷൻസിന് കിട്ടാറുണ്ട്. അത് കൂടുതൽ കോംപ്ലിക്കേഷൻ, നേരത്തെ പറഞ്ഞ സോറിയാറ്റിക് ആർത്രൈറ്റിസ് പോലെയുള്ള കണ്ടീഷനിലോട്ട് പോവാണ്ടിരിക്കുകയും ചെയ്യും. ഇതെല്ലാമാണ് സോറിയാസിസിനെ കുറിച്ച് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.